നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാത്തിരുന്ന സീറ്റുകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊടുത്തതോടുകൂടി കോൺഗ്രസിൽ കലാപപ്പൊടി. കെ സുധാകരൻ തണുത്തില്ലെങ്കിൽ മറ്റൊരു പൂരമാകും. എന്തായാലും കേരളം അംഗത്തിനൊരുങ്ങുകയാണ്. പാർട്ടികളിൽ മറ്റൊരംഗവും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി BJP രംഗത്ത് വരുമ്പോൾ 47 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ, മഞ്ചേശ്വരത്ത് K സുധാകരൻ, ബേപ്പൂരിൽ KP പ്രകാശ് ബാബു, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, കഴക്കൂട്ടത്ത് V മുരളീധരൻ, തൃശൂരിൽ പത്മജ, ഒറ്റപ്പാലത്ത് മേജർ രവി എന്നിവരും മത്സരിക്കും. ബാക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നാളെയും മറ്റന്നാളുമായി പ്രഖ്യാപിക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം CPI-യും CPM-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും മെയ് 4-നായിരിക്കും. കേരളത്തിനൊപ്പം തന്നെ ആസാമും പുതുച്ചേരിയും ഏപ്രിൽ 9-ന് പോളിംഗ് ബൂത്തിലെത്തും. ഏപ്രിൽ 23-നായിരിക്കും തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ്. കേരളത്തിൽ മൂന്നാം തുടർഭരണം LDF ലക്ഷ്യമിടുമ്പോൾ അധികാര വഴിയിൽ തിരിച്ചെത്താനുള്ള പരിശ്രമത്തിലാണ് UDF. BJP-യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക: 1 മഞ്ചേശ്വരം K സുരേന്ദ്രൻ, 2 ഉദുമ മനുലാൽ മേലോത്ത്, 3 കാഞ്ഞങ്ങാട് ബൽരാജ് M, 4 പയ്യന്നൂർ AP ഗംഗാധരൻ, 5 അഴീക്കോട് KK വിനോദ് കുമാർ, 6 കണ്ണൂർ C രഘുനാഥ്, 7 മാനന്തവാടി P ശ്യാംരാജ്, 8 സുൽത്താൻ ബത്തേരി കവിത AS, 9 വടകര അഡ്വക്കേറ്റ് K ദിലീപ്, 10 കുറ്റ്യാടി രമാദാസ് മണലേരി, 11 നാഥാപുരം CP VP ചന്ദ്രൻ, 12 കൊയിലാണ്ടി CR പ്രഫുൽ കൃഷ്ണൻ, 13 പേരാമ്പ്ര M മോഹനൻ മാസ്റ്റർ, 14 ബാലുശ്ശേരി CP സതീശൻ, 15 എലത്തൂർ T ദേവദാസ്, 16 കോഴിക്കോട് നോർത്ത് നവ്യ ഹരിദാസ്, 17 കോഴിക്കോട് സൗത്ത് T റനീഷ, 18 ബേപ്പൂർ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, 19 കുന്നമംഗലം VK സജീവൻ, 20 ഷൊർണൂർ സംഗു T ദാസ്, 21 ഒറ്റപ്പാലം മേജർ രവി, 22 മലമ്പുഴ C കൃഷ്ണകുമാർ, 23 പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, 24 ചേലക്കര K ബാലകൃഷ്ണൻ, 25 മണലൂർ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, 26 തൃശൂർ പത്മജ വേണുഗോപാൽ, 27 ഇരിഞ്ഞാലക്കുട സന്തോഷ് ചെറുകുളം, 28 ദേവികുളം S രാജേന്ദ്രൻ, 29 പാല ഷോൺ ജോർജ്, 30 വൈക്കം K അജിത്ത, 31 കാഞ്ഞിരപ്പള്ളി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, 32 പൂഞ്ഞാർ PC ജോർജ്, 33 അമ്പലപ്പുഴ അരുൺ അനിരുദ്ധൻ, 34 ഹരിപ്പാട് സന്ദീപ് വാചസ്പതി, 35 ചെങ്ങന്നൂർ MV ഗോപകുമാർ, തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫ്, കരുനാഗപ്പള്ളിയിൽ VS ജിതിൻ ദേവ, കുന്നത്തൂർ രാജീവ് പ്രസാദ്, കൊട്ടാരക്കര R രശ്മി, ചാത്തന്നൂരിൽ BB ഗോപകുമാർ, ആറ്റിങ്ങൽ അഡ്വക്കേറ്റ് P സുധീർ, നെടുമങ്ങാട് യുവരാജ് ഗോകുൽ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, വട്ടിയൂർക്കാവ് R ശ്രീലേഖ, നേമം രാജീവ് ചന്ദ്രശേഖർ, പാറശാല അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ, കാട്ടക്കട PK കൃഷ്ണദാസ് എന്നിങ്ങനെയാണ്. കേരള രാഷ്ട്രീയത്തിൽ വലിയ വിസ്മയങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോൾ കണ്ണൂർ CPM-ൽ കലാപക്കൊടി ഉയർത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ശ്രീകണ്ഠാപുരം മുൻ ഏരിയ സെക്രട്ടറിയുമായ TK ഗോവിന്ദൻ പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് സതീശന്റെ പ്രതികരണം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസ് പട്ടികയെ സ്വാധീനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തളിപ്പറമ്പ് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച TK ഗോവിന്ദന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചേക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് സതീശന്റെ പ്രതികരണം എന്നത് ശ്രദ്ധേയമായി. കോൺഗ്രസ് പട്ടികയിൽ തർക്കങ്ങളില്ലെന്നും സതീശൻ ദില്ലിയിൽ പറഞ്ഞു. നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നമ്മൾ ചിരിക്കണം, അവരെ ചേർത്തു പിടിക്കണം, കാരണം അവർ പിന്തുണയ്ക്കുന്നത് UDF-നെയാണ് എന്ന് 1 വർഷമായി പറയുന്നുവെന്നത് ചൂണ്ടിക്കാട്ടി സതീശൻ ഫേസ്ബുക്ക് കുറിപ്പും പങ്കുവച്ചു. സതീശന്റെ കുറിപ്പ്: നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നമ്മൾ ചിരിക്കണം, അവരെ ചേർത്തു പിടിക്കണം, കാരണം അവർ പിന്തുണയ്ക്കുന്നത് UDF-നെയാണ്. കഴിഞ്ഞ 1 വർഷമായി ഇതേ കാര്യം പലവട്ടം പറഞ്ഞതാണ്. CPM-നെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉദമ കമ്മ്യൂണിസ്റ്റുകളും ഇടത് സഹയാത്രികരും. പിണറായി 3 കേൾക്കുമ്പോൾ ജനം തലയിൽ കൈവയ്ക്കുന്നു. മൂന്നാമത് ഒന്നുകൂടി വന്നാൽ കേരളത്തിൽ സ്ഥിതി എന്താകുമെന്ന് സാമാന്യ യുക്തിയുള്ള ജനങ്ങൾക്ക് അറിയാം. ഒറ്റ പാർട്ടി എന്നതുപോലെയാണ് UDF പ്രവർത്തിക്കുന്നത്. വിശാലമായ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുമായി ഇടത് സഹയാത്രികരും നല്ല കമ്മ്യൂണിസ്റ്റുകളും സഹകരിക്കും. അതുകൊണ്ടാണ് നല്ല കമ്മ്യൂണിസ്റ്റുകളെ കണ്ടാൽ ചിരിക്കണമെന്ന് UDF പ്രവർത്തകരോട് പറഞ്ഞത്. അവരുടെ പിന്തുണയും വോട്ടും UDF-നാണ്. വിസ്മയങ്ങൾ തുടരും. അതേസമയം കണ്ണൂർ CPM-ൽ കടുത്ത ഭിന്നത പരസ്യമാക്കി മുതിർന്ന നേതാവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ശ്രീകണ്ഠാപുരം മുൻ ഏരിയ സെക്രട്ടറിയുമായ TK ഗോവിന്ദൻ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു. തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വർഷങ്ങളായി മേഖലയിലെ പാർട്ടിയുടെ
മുഖമായിരുന്ന നേതാവിന്റെ പുറത്തുപോക്കൽ കലാശിച്ചത്. 6 പതിറ്റാണ്ടോളം നീണ്ട രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും CPM-ൽ ഇപ്പോൾ നടക്കുന്നത് കേൾട്ടുകേൾവി ഇല്ലാത്ത പ്രവണതകളാണെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തുറന്നടിച്ചു. തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് UDF പിന്തുണ നൽകാൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പാർട്ടിക്കുള്ളിൽ വലിയ അനീതിയാണ് നടക്കുന്നതെന്നും സഖാവ് പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾക്ക് എങ്ങനെ കൂട്ടുനിൽക്കുമെന്നത് മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് TK ഗോവിന്ദൻ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചത്. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് ഗോവിന്ദൻ പ്രധാനമായും ആഞ്ഞടിച്ചത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 3 ടേം പൂർത്തിയാക്കിയ മണ്ഡലത്തിൽ 4ാം തവണ ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ആസൂത്രിതമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ മണ്ഡലം കമ്മിറ്റിയിലും സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിട്ടും അത് അവഗണിക്കുകയാണ് ഉണ്ടായത്. തന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാവണമെന്ന നേതാവ് തന്നെ തീരുമാനിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഈ അനീതിക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ തളിപ്പറമ്പിലെ പാർട്ടി ഇല്ലാതാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദവും ആന്തല്ലൂരിലെ പ്രവാസി വ്യവസായ സാജന്റെ ആത്മഹത്യയും ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും ചർച്ചയാക്കി. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ട കണക്കുകളാണ് അണികൾ വിശ്വസിക്കുന്നത്. സാജന്റെ മരണത്തിന് ഉത്തരവാദി PK ശ്യാമളയാണെന്ന പ്രചാരണം നാട്ടിൽ ശക്തമാണെന്നും അവരുടെ നിലപാടുകളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറയുന്നു. PP ദിവ്യയോടും PK ശ്യാമളയോടും പാർട്ടി ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും P ജയരാജനെ പോലെയുള്ള നേതാക്കളെ പാർട്ടി ബോധപൂർവ്വം ഒതുക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.